യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ദിജ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് മൂഡിലാട്ടോ ഞങ്ങളെല്ലാവരും ഇരിക്കണത്. അപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. അതായത് 2026 ഫസ്റ്റ് ട്രിപ്പ് ജനുവരി 2 പോയിട്ട് 3 നൈറ്റാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ ദൃശ്യം സിനിമയിലെ ആഗസ്റ്റ് 2 ആഗസ്റ്റ് 3 ധ്യാനം കൂടാൻ പോയ കഥ കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ, ഞങ്ങളപ്പോൾ ഇവിടുന്ന് 5:45 സമയത്താണ് രാവിലെ ഇറങ്ങണത്. ഏകദേശം ഒരു 450 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ നിസ്വ. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോണത്, ഒമാനിലെ നിസ്വ എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. ഒരു 4-5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന്. ഒരു 10 മണി 11 മണി ആകുമ്പോഴേക്കും അവിടെ എത്തുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല ഫ്രഷ് മൂഡിലാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. വേറെ ആരുമില്ല, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൂര്യോദയമൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയ്ക്ക് ലോങ് ആയതുകൊണ്ട് തന്നെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ല. അയാനാണെങ്കിലും സെറ്റാണ്. ആൾക്കിങ്ങനെ ട്രാവലിംഗ് ഒക്കെ ചെയ്ത് ശീലമുള്ളത് കൊണ്ട് ആൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഫുള്ള് ഈ നിപ്പാണ് കാറിൽ, ഇരിക്കാനും സമ്മതിക്കില്ല, ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. കുറേ ദൂരം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ആശാൻ ഉറങ്ങേണ്ട ഒരു മൂടൊക്കെയായി. അവനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ കയ്യിൽ കരുതിയിട്ട് ഇടയിൽ വെച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ നേരമൊക്കെ പുലർന്ന് നല്ല മൈൻഡിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റൂട്ട് മസ്കറ്റ് റോഡാട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ റോഡ് ഭയങ്കര മോശമായിരുന്നു. ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞങ്ങൾ പോകുന്നതെങ്കിലും കുറച്ച് ദൂരം നല്ല റോഡ് കേട്ടോ. ഇപ്പോൾ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല റോഡായി. അതിൻ്റെ പേരിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ദൂരം മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ, റോഡും മനസ്സിലാവില്ല, മണലും മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് സുഖമായിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോരാൻ പറ്റി. പിന്നൊക്കെ ഫുള്ള് നമ്മൾ മാപ്പ് ഇട്ടിട്ടാണ് പോകേണ്ടായിരുന്നത്. ഇങ്ങനത്തെ റോഡാകുമ്പോൾ നമുക്ക് പകൽ വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. ഇതിൻ്റെ കറക്റ്റ് ബുദ്ധിമുട്ട് അറിയാൻ നൈറ്റ് ആയിരിക്കുള്ളൂ. കാരണം ലൈറ്റും ഇല്ല, റോഡിന് വീതിയും ഇല്ല. അപ്പോൾ നമുക്ക് 2 വണ്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. നമ്മൾ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യം, നമ്മുടെ ഓപ്പോസിറ്റ് തന്നെ വണ്ടികളും ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഒരുപാട് അപകടങ്ങൾ നടക്കാണ്ട്. കൂടുതലും ഈ ഒട്ടകത്തിൻ്റെ പ്രശ്നമാണ്. ഇവർ കാണേയില്ല. നമുക്ക് പകലാകുമ്പോൾ ഇവർ ക്രോസ് ചെയ്യണതായാലും അവിടെ എവിടെയും നിൽക്കണതായാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ രാത്രിയിൽ ഇവർ നിൽക്കണത് നമുക്ക് കാണില്ല. പെട്ടെന്നായിരിക്കും ക്രോസ് ചെയ്യുക. നമ്മൾ ഈ നല്ല സ്പീഡിൽ വരുമ്പോൾ ബ്രേക്ക് ചവിട്ടാനായാലും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്ന് വണ്ടികൾ മറിയണ ഒരു സിറ്റുവേഷനാണ്. നമുക്ക് ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒക്കെ കാണാൻ സാധിക്കും സൈഡിലൊക്കെ ഒട്ടകം പിന്നെ വണ്ടി ഇടിച്ചിട്ടൊക്കെ. അയ്യോ, അവിടെ കിടക്കണ എത്ര എണ്ണാന്ന് തുടങ്ങി റോഡ് സൈഡിൽ കിടക്കണ കാണാം. അപ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്, നമ്മളും അവരെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയും സ്വാഭാവികമായിട്ടും മറിയും. അങ്ങനെയാണ് ഇവിടെ കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ദൂരം പോന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ബോർഡ് കണ്ട് ഇവിടെ അടുത്തൊരു വാതി ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അതും കൂടി ഒന്ന് കവർ ചെയ്യാമെന്ന് വെച്ച് ഇങ്ങോട്ട് കയറിയതാട്ടോ. കുറേ ഒന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല വന്നത്, എടുത്തെടുത്ത് എനിക്ക് തന്നെ മതിയായി. അതിൻ്റെ പേര് ഞാൻ വീഡിയോസൊന്നും അധികം എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇത് എന്താ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർക്കുണ്ട്. പിന്നെ ഈ കാണുന്ന മരങ്ങൾക്കിടയിലൊക്കെ അവരൊരു ക്യാമ്പ് സെറ്റ് ചെയ്യാണ്. ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷെ ഫുൾ ഒമാനീസാണ്, ഇന്ത്യൻസോ മലയാളീസോ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ, ഈ മരത്തിൻ്റെ അടിയിലൊക്കെ ഓരോരോ ഫാമിലി ഇന്ന് ഫുഡ് കഴിക്കൽ, ഗ്രില്ലേൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ മലയുടെ ബാക്ക് വശത്തായിട്ട് വാതി ഉണ്ടെന്നാണ് പറയണത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകാൻ പോയി. പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മുടെ വണ്ടി 4x4 അല്ല. അപ്പോൾ പിന്നെ അധികം അങ്ങോട്ട് നമുക്ക് എല്ലാം നടന്ന് പോകേണ്ടതെന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ സമയവും ഇല്ല, അതിൻ്റെ പേരിൽ പോയില്ല. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നമ്മളങ്ങനെ യാത്ര തിരിക്കാൻ നിസ്വയ്ക്ക്. ഇടയിലത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുക്കണില്ല, ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ എടുക്കണത്. ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് ഇതേപോലെ മലകളാണ്. ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തല്ല, കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവുക നമ്മൾ ഈ നാട്ടിൽ കൊടൈക്കനാലിൽ, ഊട്ടിയിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഇതില്ലേ, ആ ഒരു ഫീലാണ് കിട്ടുന്നതാണ്. നമുക്ക് അവിടെ പോകാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പച്ചപ്പ് കൂടുതലായിരിക്കും. മലകൾക്കിടയിലൊക്കെ പച്ചപ്പായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലകൾക്കിടയിൽ പച്ചപ്പൊന്നുമില്ല, പക്ഷേ വീടുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഓരോരോ മലയുടെ ഇടയിലൊക്കെ ആയിട്ട് ഓരോരോ വീട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. താമസിക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു കോളേജ്. ഇത്രയും ദൂരം വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു കോളേജ് കാണുന്നത്. സ്കൂൾസ് മാത്രമാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സിറ്റീസൊക്കെ ഉണ്ടാവുള്ളൂ. കോളേജൊക്കെ ശരിക്കും പറഞ്ഞാൽ മസ്കറ്റ് റൂട്ടിലൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അയാനാണെന്നുണ്ടെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. ആശാൻ അപ്പോൾ ഒറ്റയ്ക്ക് ഉറങ്ങാനുള്ള തയ്യാറെടുക്കലാണ്. അപ്പോൾ നമ്മളങ്ങനെ നിസ്വയിൽ എത്തിയിട്ടുണ്ട്. നിസ്വയുടെ ബോർഡ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായി. ഇത്രയും നേരം ആ ഒരു പേരേ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 30 മിനിറ്റിനുള്ളിൽ നമ്മൾ ഏകദേശം എത്തും. നിസ്വ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നിസ്വ ഫോർട്ടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഗേറ്റ്, നിസ്വ ഗേറ്റ്.
അപ്പം നമ്മളൊന്ന് നിസ്വയിലോട്ട് കടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് പിന്നെ അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഫോർട്ടിക്ക്. ഒരു 15 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഫോർട്ട് ഏകദേശം കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത്. ആദ്യം തന്നെ നമുക്കത് കണ്ടതിന് ശേഷം ഇപ്പോൾ ഒരു ഏകദേശം 11 മണി 11:30 ആ ഒരു സമയത്താണ് നമ്മളവിടെ എത്തിയിട്ടാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോവാം. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണത്. ഈ ഒരു സ്ഥലത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് മുന്നേ പോയിട്ടില്ല. പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ്. ഇങ്ങനെ 2-3 പേരോടൊക്കെ ചോദിച്ചപ്പോൾ നല്ല സ്ഥലമാണെന്ന് പറഞ്ഞു. തലേ ദിവസം കൊണ്ടാണ് എന്നോട് പറയണത് ഇങ്ങോട്ട് പിറ്റേ ദിവസം പോവാന്ന്. അപ്പോൾ വീക്കെൻഡും ആണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തോട്ട് ഇറങ്ങണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമം നമുക്ക് ഇത് നിസ്വ എന്ന് പറഞ്ഞ സിറ്റി ആണെങ്കിലും ഞങ്ങൾക്ക് കൂടുതലും ഗ്രാമങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ, പച്ചപ്പ്, വാതി അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയാണ് താല്പര്യം. അതിൻ്റെ പേരിലാണ് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തേട്ടാ. അപ്പോൾ ഒരുപാട് വീഡിയോസും നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഒരു പച്ചപ്പ് കേരളത്തിൻ്റെ ഒക്കെ ആ ഒരു ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. യാതൊരു ഐഡിയയും ഇല്ലാതാണ് പോണത്. അപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ നിസ്വ ഫോർട്ടിലോട്ട് നമ്മൾ എത്തിയേക്കാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു മാർക്കറ്റിംഗ് പരിപാടി ആട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഫോർട്ടിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി ഫീ ഒക്കെ ഉണ്ട്. ഇത് മെയിനായിട്ട് ഇംഗ്ലീഷുകാർ, ടൂറിസം അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കൊണ്ടുവരുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ മറ്റു രാജ്യക്കാർക്കാണെന്നുണ്ടെങ്കിൽ 5 റിയാൽ കൊടുക്കണം. റെസിഡൻസി ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ 2 റിയാലും അതുപോലെ തന്നെ ഒമാനികൾക്കാണെന്നുണ്ടെങ്കിൽ 1 റിയാലും ആണ്. നമ്മൾക്ക് റെസിഡൻസ് കാർഡ് ഉള്ള കാലത്ത് നമുക്ക് 2 റിയാലാണ് ആവുക. പക്ഷെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് കുറേ കാര്യങ്ങളും അവിടുത്തെ കുറേ കിണർ അങ്ങനത്തെ കുറേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഞങ്ങൾ പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറാതെ പുറത്ത് കൂടെ തന്നെയാണ്. പക്ഷെ ഒരുപാട് നടക്കാണ്ട് കേട്ടോ. അതിൻ്റെ പേരിലാണ് അതിൻ്റെ ഉള്ളിൽ കയറാഞ്ഞത്. അപ്പോൾ പുറത്തു കൂടെ തന്നെ ഞങ്ങൾ നടന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ ഒരു കെട്ടിടങ്ങളാണ്. പക്ഷെ അതവർ ഇങ്ങനെ പുതുമയിൽ കൂടെ നിലനിർത്തിക്കൊണ്ട് വരുന്നത്, ഭയങ്കരമായിട്ട് മോഡിഫൈ ചെയ്യാതെ ആ പണ്ടത്തെ ഒരു തനിമയെ തന്നെ ഇതങ്ങടെ നിലനിർത്തിക്കൊണ്ട് വരാനത് മെയിനായിട്ട് അട്രാക്ഷൻ കൊടുക്കുന്നത് മറ്റേ ടൂറിസം ഫുൾ ഇംഗ്ലീഷുകാരാണ് കേട്ടോ. എന്നാലും നമുക്ക് ഇവിടെ വന്നപ്പോൾ മലയാളീസിനെ ഒരുപാട് പേരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിലുപരി ഒരുപാട് ഇംഗ്ലീഷുകാർ തന്നെയാണ് കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. നല്ല സെറ്റപ്പാണ്. ഫുള്ള് പന അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിസ്വ എന്ന് പറയുന്നത് തന്നെ പണ്ട് കാലത്ത് ഒരു യുദ്ധസ്ഥലമായിരുന്നു. എന്നാൽ ഇന്ന് നിസ്വ ഒരു യുദ്ധസ്ഥലമല്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളും യാത്രക്കാരായാലും പഠിക്കാനായിട്ട് എത്തുന്നൊരു സ്ഥലമാണ് നിസ്വ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കഥകളായാലും ഒരു ചരിത്രം തന്നെയായിട്ട് നിലനിൽക്കുകയാണ്. അതിൻ്റെ പേരിലാണ് ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വന്നിട്ട് അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാൻ തന്നെ സ്പെഷ്യലായിട്ട് ഗൈഡ് തന്നെ ഉണ്ട് ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ നടന്നിട്ട് ഇത് ഫുള്ള് ചുറ്റി നടന്ന് നമുക്ക് വണ്ടി ഉണ്ടാവും. അപ്പോൾ അവർ വണ്ടിയിലൊക്കെ കൊണ്ടുപോയിട്ട് ഓരോ ഫോർട്ടിൻ്റെയും കഥകൾ അവർ നല്ല രീതിയിലൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഞങ്ങളപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇവിടെയൊക്കെ നടന്ന് കണ്ടിട്ട് തിരിച്ച് റൂമെടുത്ത് ഫ്രഷായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്ന കാരണം തന്നെ അവരുടെ വയ്യാണ്ടായി, തലവേദന അങ്ങനെയൊക്കെ പറഞ്ഞ കാരണം നമ്മൾ ഈ ഒരു ഫോർട്ട് കണ്ടോടുകൂടി തൽക്കാലം ഇന്നത്തെ ഒരു ട്രിപ്പ് ഞങ്ങളവിടെ അവസാനിച്ച്. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ എടുത്തേക്കുന്നത് ലുലു മാളിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെയാണ്, ഒരു സിറ്റി പോലെ തന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന് ഇപ്പോൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നൈറ്റ് മാളിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഇന്നത്തെ ഒരു ഡേ അങ്ങനെ അവസാനിപ്പിച്ച് നാളെ നമുക്ക് ഫ്രഷായിട്ട് അടുത്ത സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാമെന്നാണ് വിചാരിക്കണത്. നമ്മളുടെ ഒരു ക്ഷീണമൊക്കെ മാറിയിട്ട് ശരിക്കും ഞങ്ങൾ ഈ ഒരു സമയത്തൊക്കെ കറങ്ങാൻ തന്നെ വിചാരിച്ചത്. പക്ഷേ ഹെൽത്തൊക്കെ അല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ റൂം എടുത്തത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.